ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി 2 മാസമാകുന്നു. പ്രതീക്ഷയോടെ കാത്തിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഇക്കുറി കടൽ കനിഞ്ഞില്ല. വറുതിക്കാലത്തോട് അവർ പോരാടുകയാണ് ജീവിതം കൂട്ടിമുട്ടിക്കാൻ. മഴയുടെ ഒരു ആദ്യത്തെ വരവ് കണ്ടപ്പോൾ നമ്മൾ നന്നായി കടലിൽ കുത്തി കലങ്ങി അതിൻ്റെ ഒരു പണിയിലേക്ക് നമ്മൾ എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ മോശമായ സാഹചര്യമാണ്. വളരെ ഒറ്റപ്പെട്ട എപ്പോഴെങ്കിലും എന്തെങ്കിലും ലഭ്യമാക്കുക എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു വിധത്തിലും ഒരു നിരന്തരമായ അല്ലെങ്കിൽ ഒരു സാധ്യത രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ചെറിയ ചാകര പലയിടത്തായി കണ്ടെങ്കിലും അതിന് ആയുസ്സും ഉണ്ടായില്ല. ഒരു ബോട്ടിൽ 50 ജീവനക്കാർ ഉണ്ടാകും. ഡീസൽ ഇനത്തിൽ 30,000-ഓളം രൂപ ചിലവാകും. കിട്ടുന്ന മീനിൻ്റെ വിലയാകട്ടെ വളരെ തുച്ഛവും. 50,000 ചിലവുണ്ട്. ഇതൊക്കെ വലിയ 85 രൂപക്കാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 5% കുറവാക്കി കാശ് കിട്ടുള്ളൂ. അതിന് കമ്മീഷൻ പോകണം. അത് ഞങ്ങൾക്കൊരു 40,000 രൂപ കിട്ടുകയില്ലേ. 45 രൂപ കൊടുത്തേക്കാം. ഞങ്ങൾക്ക് 47 വരുന്നുണ്ട്. 7 വരെ ഇതുമുണ്ട്, 40 രൂപ ഇതുമുണ്ട്. ഏകദേശം ഒരു 500 രൂപ കിട്ടും. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാൽ വലിയ ബോട്ടുകളടക്കം കടലിലേക്ക് ഇറങ്ങും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള രീതിയിലുള്ള തൊഴിലാളികളാണ് ഈ വള്ളങ്ങൾ ആശ്രയിച്ച് കടലിൽ പോകുന്നത്. അവർ ഈ സമയത്താണ് അവർക്കൊരു പ്രതീക്ഷ. ഇനിയിപ്പോൾ 10-20 ദിവസം കൂടി കഴിയുമ്പോൾ ട്രോളിംഗ് നിരോധനം പിൻവലിക്കും, ബോട്ട് ഇറങ്ങും. അപ്പോൾ ആ മത്സ്യം ചിലപ്പോൾ ലഭിച്ചാൽ തന്നെ അതിന് ന്യായമായ വില കിട്ടാത്തൊരവസ്ഥയും കൂടി ബോട്ടിൻ്റെ മത്സ്യവും അതുപോലെ തന്നെ ഈ വള്ളങ്ങൾ കിട്ടുന്ന മത്സ്യവും കൂടി ആകുമ്പോൾ ഒരു സാധാരണ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. മത്സ്യമേഖലയിലെ ഈ പരിതാപ അവസ്ഥയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമായ ഘട്ടം കൂടിയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് മത്സ്യമേഖല പോവുകയാണ്. ആ അർത്ഥത്തിൽ ഒരു താങ്ങായി തണലായി നമുക്ക് ഒരു സംവിധാനത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ വരേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മത്സ്യമേഖല ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല, അത് വലിയ പ്രതിസന്ധിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ വരും. കടലിലുണ്ടാകുന്ന സന്തുലിതാവസ്ഥ മൂലം മത്സ്യലഭ്യതക്കുറവിൻ്റെ ആഘാതം ഇനിയും കൂടാനാണ് സാധ്യത. അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.